ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇഗ്നോയുടെ 38th കോൺവെക്കേഷൻ നടക്കുകയാണ്. നമ്മളെ മാർച്ച് 5-നാണ് ഇഗ്നോയുടെ 38th കോൺവെക്കേഷൻ നടക്കുന്നത്. കോൺവെക്കേഷന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഈ കോൺവെക്കേഷൻ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ കഴിയില്ല. അവർ മെയിൽ വഴി നമ്മൾ ഇൻവിറ്റേഷൻ അയക്കുന്നതാണ്. അങ്ങനെ മെയിൽ വഴി ഇൻവിറ്റേഷൻ വന്നവർക്ക് മാത്രമാണ് ഈ കോൺവെക്കേഷന് പ്രോഗ്രാമിന് പോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അവർ പോസ്റ്റ് വഴി നമ്മളെ സർട്ടിഫിക്കറ്റ് അയച്ചു തരും. പിന്നെ അർജൻറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഈ കോൺവെക്കേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളെ റീജിയണൽ സെൻറ്ററിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അവർ സർട്ടിഫിക്കറ്റ് കയ്യിൽ തരും. അപ്പം ഈ ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക മെയിലിൽ. പിന്നെ 2 ദിവസം മുന്നേ തന്നെ അവർ നമ്മൾ കോൾ ചെയ്യും ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾക്ക് കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്. നമ്മുടെ ഇഗ്നോയുടെ ID കാർഡ് കൊണ്ടുപോകണം. എക്സാം സമയത്തൊക്കെ നമ്മൾ ID കാർഡ് കൊണ്ടുപോകാറില്ല ഇഗ്നോയുടെ. ആ ID കാർഡും അതുപോലെ നമുക്ക് മെയിൽ വന്ന മെയിലിൻ്റെ പ്രിൻ്റ് ഔട്ടും കൊണ്ടുവരണം എന്നാണ് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ ഷാർപ്പ് 8:30 അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. 8:30 അവിടെ ചെന്നാൽ നമുക്ക് കുറച്ച് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഒരു സ്കാർഫ് തരും, അതൊക്കെ നമുക്ക് അവരിട്ട് തരുന്നതാണ്. അതിനൊരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. 200 രൂപയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ആ സ്കാർഫ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 200 രൂപ അവർ റീഫണ്ട് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 സാധനങ്ങളും കൊണ്ടുപോകാൻ മറക്കരുത് കറക്റ്റ് ടൈമിൽ. പിന്നെ വൈറ്റ് കളർ, ഓഫ് വൈറ്റ്, ക്രീം കളർ ഡ്രസ്സുകൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അതുപോലെ ചുരിദാർ, സൽവാർ, സാരി ഇങ്ങനത്തെ ഇന്ത്യൻ ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഡീറ്റെയിൽസും അവർ നമുക്ക് മെയിലിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഗോൾഡ് മെഡലിസ്റ്റ് ആണെങ്കിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ കോൺവെക്കേഷൻ നടക്കുന്നത്. അതും അവർ മെയിലുണ്ടാവും. ഗോൾഡ് മെഡൽ ഉണ്ടെങ്കിൽ നമ്മളെ ആദ്യം അവർ അറിയിക്കുന്നതാണ്. അങ്ങനെയുള്ളവർ ന്യൂഡൽഹിയിൽ പോയിട്ട് ഈ സമയം വാങ്ങേണ്ടതാണ്. ഈ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഗോൾഡ് മെഡലിസ്റ്റിൻ്റെ ഈ പ്രോഗ്രാം അവർ എല്ലാ റീജിയണൽ സെൻറ്ററിലും ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. നമ്മളെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഹാളിലേക്ക് അവർക്ക് പ്രവേശനമില്ല. അവർക്ക് പുറത്ത് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ആ കറക്റ്റ് ടൈമിൽ എത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം.